ഇതിനിപ്പോ എങ്ങനെയോ ഒന്നും മുടക്കുക. നിന്റെ കല്യാണം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് നടത്തി കൊടുക്കായിരുന്നു. നിന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് ഇത് കഴിക്കാൻ മതി എന്നുള്ളൊരു ചോദിച്ചു നോക്കിയാലോ? ഇതിപ്പോ എല്ലാം റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ജാതകം തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞാലോ? എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കേണ്ടത്. എന്നാ പിന്നെ ജാതകത്തിൽ കയറി പിടിക്കാല്ലേ? സന്ധ്യ ഒളിച്ചോടി പോയതാണെങ്കിലും അവളുടെ കാര്യം സുരക്ഷിതയായി. ഇപ്പൊ നിന്റെയും കൂടി കല്യാണം ഒന്ന് കഴിഞ്ഞാൽ നീയും സേഫായി. പിന്നെ എനിക്കാണെങ്കിൽ നല്ലൊരു വീടും ഉണ്ട്. അത്യാവശ്യം എനിക്ക് വേണ്ട സ്വർണ്ണങ്ങളൊക്കെ ഞാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവൾ എന്തോ ആയിക്കോട്ടെ. നമുക്ക് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് നല്ലൊരു ബന്ധം കണ്ടുപിടിച്ചാൽ നമ്മൾ അവളോട് പറഞ്ഞു. അതെ, 3-4 വർഷം കഴിഞ്ഞിട്ട് നല്ല ബന്ധം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഓടി നടന്ന് കഷ്ടപ്പെടുന്നു വേണ്ട. ഇപ്പൊ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജാതകം ചേരും, എല്ലാം ചേരും, നല്ല പൊരുത്തം. ഏത് ജാതകത്തിന്റെ പുറത്ത് നീ പറയുന്നത്? നിന്റെ ജാതകം ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെ ചേരുന്ന് പറയുന്നവര്? അമ്മ കൊടുക്കില്ല എന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ സുജിത്തിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. അവൻ കൊടുത്തത്. ഓ, ഇങ്ങനെ കുടുംബദ്രോഹിനെ കാണാൻ കിട്ടില്ല. പറയാൻ എന്റെ ആങ്ങളുടെ മോനൊക്കെ തന്നെ ഇതുപോലൊരു ചതിയാണ് ഞാൻ കണ്ടിട്ടില്ല. എത്ര ആട്ടും തുപ്പം കൊടുത്തില്ല, ഒരു പറയുന്നില്ല ഞാൻ. ജാതകം കൊടുത്തത്രേ. മോൾക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവന്നവനാണോ അവനെ ചതിയെന്ന് പറയുന്നത്? സ്വന്തം ആങ്ങളെ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്തിരിക്കുന്നത്. നീ എന്താണ് ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞു നടക്കുന്നത്? ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ ഇന്ന് പറഞ്ഞിട്ട് നാളെ മറ്റന്നാൾ നടത്താൻ പറ്റുന്നല്ല. അതിന് കുറച്ച് സാവകാശം വേണം. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സ്വാർത്ഥത കൂടുതൽ തന്നെ. ഇത് സ്വന്തം കൂടപ്പിറപ്പല്ലേ അവൻ. അവന് ജോലിക്ക് ഒരു പ്രൊമോഷനൊക്കെ കിട്ടി, അവിടെ എവിടെയും കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് അവനൊരു കാറൊക്കെ വാങ്ങി സെറ്റിൽ ആവട്ടെ. എന്നാലല്ലേ അവൻ നല്ല കല്യാണ ബന്ധം കിട്ടുള്ളൂ. എന്നിട്ട് നീ എന്തോ ചെയ്യേ? അത് ശരി, അമ്മ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടണമെങ്കിലേ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എത്ര വർഷം കൂടി വർക്ക് ചെയ്യേണ്ടി വരും? ഇനിയിപ്പോ ഒരു 3-3.5 വേണമെങ്കിൽ 4 വർഷം വരെ അത്ര മതി മോളെ. അപ്പോഴേക്കും എനിക്ക് 31, ഇപ്പൊ 32, 33, 34, 35 വയസ്സ് കറക്റ്റ് ആവും. 35 വയസ്സിലോ 37 വയസ്സിലൊക്കെ മതി കല്യാണം. എന്നാലൊക്കെ നല്ല കുടുംബം കിട്ടുള്ളൂ, നല്ല പക്വതയാവും എന്റെ മോൾക്ക്. നിങ്ങളുടെയൊക്കെ മനസ്സ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണമായിരുന്നു. അതുകൊണ്ട് മാത്രം ചോദിച്ചതാ. ഇതുവരെ ഞാൻ എന്റെ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. നിങ്ങളുടെയൊക്കെ ലൈഫ് ഒന്ന് സേഫ് ആക്കണമെന്ന് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അതിനു വേണ്ടി തന്നെയാ കഷ്ടപ്പെട്ട് പഠിച്ചതും ജോലിക്ക് പോയതും ഒക്കെ. പക്ഷെ നിങ്ങൾ എല്ലാരും കൂടി എന്നെ മുതലാക്കാണെന്ന് അറിഞ്ഞപ്പോ ഇനി എന്തായാലും എനിക്ക് വയ്യ. ഞാൻ എന്റെ കാര്യം നോക്കട്ടെ. അല്ലെങ്കിലും സുജിത്ത് പറഞ്ഞാലും ശരി, ഈ കുടുംബം എന്ന് പറയുമ്പോഴേ അവിടെ കൊടുക്കുന്നവൻ എന്നും കൊടുത്തുകൊണ്ടേയിരിക്കും, വാങ്ങുന്നവൻ വാങ്ങിക്കൊണ്ടേയിരിക്കും. അമ്മ പറഞ്ഞില്ലേ ഏട്ടന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഏട്ടൊന്ന് സെറ്റിലായിട്ട് എന്റെ കല്യാണം നോക്കിയാൽ മതിയെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ പറയില്ലേ അവന് കുട്ടികളായില്ലേ, നീ അവരെ കാര്യങ്ങളും കൂടി നോക്കി കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ഇളയ മോള് പ്രസവത്തിന് വരും. പിന്നെ അത് ഞാൻ തന്നെ നോക്കണ്ടേ? നിങ്ങളുടെയൊക്കെ ആർത്തിയും അത്യാഗ്രഹമൊന്നും ജീവിതകാലം മുഴുവനും തീരില്ല. കാരണം നിങ്ങളൊക്കെ വെറുതെ ഒന്ന് പൈസ വാങ്ങി ശീലിച്ചു പോയി. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കാൻ നോക്ക്.